നിനക്കെന്താ പറ്റിയേ? ഒരാഴ്ച നീ ഇങ്ങനെ. ഞാൻ എന്താ ചെയ്തത് നിന്റെ അടുത്ത്? നിനക്കറിയില്ലെങ്കിൽ വേണ്ട പോ. അബി, ഇങ്ങനെയാണെങ്കിൽ ഇത് മുമ്പോട്ട് പോവില്ല. നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. അപ്പു പതുക്കെ എന്തിനിങ്ങനെ ഒച്ച വെക്കുന്നേ? ഇതാ ഞാൻ പറഞ്ഞേ. എന്തെന്നാ അപ്പു? വേണ്ട, കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചിട്ട് അബിയെ ഇഗ്നോർ ചെയ്തില്ലേ? 1000 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ ഉമ്മൂമ്മരെ മയ്യത്തായിരുന്നു. വേണ്ട, അബിക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ എന്നോട് സ്നേഹമൊന്നുമില്ല. യു ആർ സെൽഫിഷ്. എന്നിട്ടാണോ കഴിഞ്ഞ ആഴ്ച എന്നെ ഇഗ്നോർ ചെയ്തിട്ട് ഞാൻ പട്ടിയെ പോലെ പിന്നാലെ വന്നത്? നന്നായുള്ളൂ. അങ്ങനെയെങ്കിലും എന്റെ വില മനസ്സിലാക്കട്ടെ. ഓ, ഞാൻ പറയുന്നത് കേൾക്കാൻ സമയമില്ല. എപ്പോഴും മൊബൈലിൽ തന്നെ. ഇതൊക്കെ കൊണ്ടാ ഞാൻ പറഞ്ഞേ. എനിക്കിനി വയ്യ, സഹിച്ചു മടുത്തു. നിന്റെ ഓവർ പ്രൊട്ടക്റ്റീവ്, ഓവർ കെയറിങ് സ്നേഹം മടുത്തു. ബൈക്കിൽ കയറുമ്പോ ഹെൽമെറ്റ് വെക്കാൻ പറയുന്നതാണോ നിന്റെ ഈ ഓവർ പ്രൊട്ടക്റ്റീവ്? അതൊക്കെ ഓവർ പ്രൊട്ടക്റ്റീവ് തന്നെയാ. ഇറ്റ്സ് മൈ ചോയ്സ്. നീ കാരണം എത്ര തവണ നമ്മൾ വഴക്കിട്ടിട്ടുണ്ട്. അതിപ്പോ നീ കാരണം വഴക്കിട്ടിട്ടില്ലേ? അതിനൊക്കെ ഞാൻ സോറിയും പറഞ്ഞിട്ടില്ലേ? പക്ഷെ നീ ഒരിക്കൽ പോലും എന്നോട് സോറി പറഞ്ഞിട്ടില്ല. അതാണ് അത്ര വലിയ കാര്യം. ഞാൻ എൻ്റെ ഉമ്മാടെ അടുത്ത് പോലും സോറി പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞേ. പിന്നെ നീ സോറി പറഞ്ഞു കഴിഞ്ഞിട്ട് ഇറ്റ്സ് നോട്ട് മൈ മിസ്റ്റേക്ക് എന്നോട് പറയാറില്ലേ? ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിനക്ക് ലാഭമാണല്ലോ, എനിക്ക് നഷ്ടം മാത്രം. ആർക്ക് ലാഭം? ലക്ഷാധിപതിയായി ഞാനിപ്പോ 1000പതിയായി. ഓ, നീ കണക്ക് പറഞ്ഞു തുടങ്ങിയില്ലേ? എന്താണ് അപ്പു, ശരിക്കും നിന്റെ പ്രോബ്ലം എനിക്ക് മനസ്സിലാവണില്ലേ. നമുക്ക് പിരിയാം. അതാണ് അബിക്ക് എനിക്ക് നല്ലത്. ഇപ്പം അത്ര ഉള്ളൂ അല്ലേ? ഇത്ര നാൾ നമ്മൾ തമ്മിലുണ്ടായിരുന്നൊക്കെ നിനക്ക് മറക്കാൻ പറ്റൂ? ഇല്ല, പക്ഷെ എനിക്ക് ആ നല്ല ഓർമ്മകൾ മതി. ഇനിയും നമ്മൾ മുമ്പോട്ട് പോയാൽ ചിലപ്പോൾ ഞാൻ ആ നല്ല ഓർമ്മകളെ പോലും വെറുക്കാൻ തുടങ്ങും. അപ്പു, നിന്റെ കുഴപ്പമല്ല, നമ്മൾ ശരിയാവില്ല. ദിവസങ്ങൾ കഴിയുന്തോറും നമ്മളിങ്ങനെ അകന്നുകൊണ്ടിരിക്കുക. ഇനി നമ്മളിത് കണ്ടിന്യൂ ചെയ്താൽ അത് കൂടുതൽ ബുദ്ധിമുട്ടാവുള്ളൂ. ഒക്കെ നിന്റെ ഇഷ്ടം പോലെ, മതിയാക്കല്ല. പോരാ. ഹാളിയ വന്നിട്ട് ഒരാഴ്ചയായി. ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോയി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ചേട്ടാ ഒരു ഷോടാ. ഞാൻ ദേ അവളെ പിക്ക് ചെയ്യാൻ. അളിയ ഞാനിപ്പോ വിളിക്കാം. സ്നേഹു, നീ എന്താ ഇവിടെ? ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. ദുബായിലുള്ള മാത്യൂസിന്റെ വീട്ടിലേക്ക് ഒരു പാഴ്സൽ കൊണ്ടുവന്നതാ. അപ്പൊ വിചാരിച്ചു ഹോസ്റ്റലിൽ വന്ന് മോളെ ഒന്ന് കാണാന്ന്. അല്ല, ഇന്ന് ജോലിയില്ലേ? ഇന്നോട്ട് ലീവ് എടുത്തേക്കല്ലേ. അപ്പൊ ഫ്രണ്ടിന്റെ കൂടെ ഇറങ്ങിയതാ. അവൾക്കൊരു അർജന്റ് കോൾ വന്നപ്പോ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് അവള് പോയി. അതെന്തായാലും നന്നായി. ഇനി ലഞ്ച് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇവിടത്തെ ഫുഡ് അത്ര പോരാ. വെയിറ്റർ, എന്റെ ഹസ്ബൻഡിന് അല്ല എന്റെ വുഡ്ബിക്ക് സീ ഫുഡ് അലർജി ഉണ്ട്. സോ അതല്ലാത്ത ഏത് ഫുഡുള്ള ഇവിടെ? അതെ, എന്താ ഇവിടെ സ്പെഷ്യല്? ഹലോ, കേട്ടല്ലേ? എന്താ ചേട്ടാ ഇവിടെ സ്പെഷ്യല്? സോറി സാർ, കിച്ചണിൽ നോക്കിട്ട് പറയാട്ടാ, അവളെ അമ്മയുടെ സ്പെഷ്യല്. സ്വന്തം കടയിലെ മെനു അറിയാത്ത വെയിറ്ററോ? എന്താ മോളെ മണ്ടനാ. ബേബി, എന്നോട് ഇത് വേണ്ടായിരുന്നു. പോവിശേ ഏത് മൈ. ഹലോ,
ചുറ്റടി പുടവ ചുറ്റടി ചിക്ക 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 ചിക്ക. హలో బేబీ. హాయ్ బేబీ, నా పచ్చ కలర్లో షాల్ போடவா இல்லனா ப்ளூ கலர்ல போடவா? ബ്ലൂ ട്ടോ. சரி பேபி, நான் வெளியில போறேன், நான் மாஸ்க் போடட்டா? ഓഫ് കോഴ്സ് ബേബി. അല്ലെങ്കിൽ എന്റെ പുത്തിന് അസുഖം വരില്ലേ? എനിക്ക് സഹിക്കാൻ Oh, പറ്റുമോ? so sweet. I love you. ലവ് യു ടു ബേബി. 6 PM മുന്നേ എത്തണേ ബേബി. Okay baby. Bye. ഓക്കെ ബേബി. ദേടാ. ഇവിടെ. ഹലോ സ്മിത. അതെ, കുറച്ച് കെയറിംഗ് ഒക്കെ ആവാൻ കേട്ടോ. കൂടുതൽ കെയർ തന്ന് സ്മിതയുടെ സ്പേസിൽ കൈ കടത്തുന്നത് ദാറ്റ്സ് നോട്ട് ഫെയർ. ഓ, ദാറ്റ്സ് വൈ ഐ ലൈക്ക് യു. അഭിഷേക്, ഞാൻ ഇന്ന് ഫ്രണ്ട്സിൻ്റെ ഒപ്പം സിനിമയ്ക്ക് പോവാണ്. രാത്രി 12:30 സ്പെഷ്യൽ ഷോ. ഓ, ഇന്ന് നേരത്തെ ആണല്ലോ. ഐ വിൽ ടോക്ക് ടുമോറോ ദെൻ. ഓക്കെ ബൈ. ഓക്കെ ബൈ. ഹലോ ബേബി. ബേബി, ഞാൻ പാസ്ത സാപ്പിടവാ അല്ലனா ചോറ് സാപ്പിടവാ? ചോറ് ബേബി. ചോറാണല്ലോ ഈ ക്ലൈമറ്റിന് നല്ലത്. ചുട്ടുക്ക് തൈരാ ഇല്ലனா രസമാ ബേബി? മൈ തൈര് ബേബി, തൈര്. ഇറ്റ്സ് ബെസ്റ്റ് ഫോർ യുവർ ഗട്ട് യു നോ. ശരി ബേബി, അപ്പുറം കൂപ്പിടുறேன். പണ്ടാറടങ്ങ് തുറക്കറ.